നമസ്കാരം. വരണം വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ, വിത്ത് പ്ലഷർ. ഹലോ, I am Krishnan, Chief Accountant, K. Ausepan Group of Companies. I am K. Seduramayyar from CBI. Oh, Central Bank of India. No, Central Bureau of Investigation. ഇയാൾ പറഞ്ഞത് തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂർ ഒന്നും അല്ല. I am also from CBI, Sub Inspector Vikraman. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കണം. എന്ത് കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. Yes sir. Sir, we have got a lot of problems from sale tax and income tax people. There was a raid last week. You know what happened? മിസ്റ്റർ കൃഷ്ണൻ, ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. അതാ കേൾക്കാൻ കുറച്ചുകൂടെ സുഖം. Yes sir, I am coming to Malayalam. മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങളുടെ 87-88 ലെഡ്ജർ ബുക്കും ക്യാഷ് ബുക്കും എടുക്കുക. അത് ആഡിറ്റർ അടുത്ത് പോയിരിക്കുകയാണ് സാർ. നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ എടുപ്പിക്കണോ? വേണ്ട സാർ, ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക്. ഒന്നുമില്ലേ? അതോട് സർ, ചെക്ക് നമ്പർ 006848 ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കിൽ വരവ് വെച്ചിട്ടില്ല സാർ. അത് പിന്നെ You note that and seize the book. Yes sir. എന്താ ഇവിടെ? ആരാ ഇവരെല്ലാം? CBI-കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പൊ നിങ്ങളും. വീട്ടിലായാലും ഓഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ വക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിൽ മരണം നടന്നു. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്. ഇന്ന് രണ്ടിലൊന്നറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? സർ, ഒന്ന് മാറിയുന്നേ. മൊത്തം 3,60,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരവ് വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്. തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ, these people. ഈ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടില്. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം. ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്ത് ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്.
ആ വരണം 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 ഇരുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. CBIക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? ആ അതുപോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഒന്നും വേണ്ട. ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു. ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു. അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടറെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. കഷ്ട മൊഴി വാമൊഴിയാണ്. ചിലപ്പോ തെറ്റാം, എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്നറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹൂ കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻ മൈ കൺക്ലൂഷൻസ്. ശരി സാർ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു. സാർ അത് വിട്ടുപോയി. എന്താ അത്? സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, DYSP ദേവദാസ് സാറല്ലേ? ഇത് ഔസേപ്പച്ചനാന്നേ. ആ CBIക്കാരന്മാര് 2 ആൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ എവരിത്തിങ് റെഡി മിസ്റ്റർ വിക്രം? Yes, sir. ആ ഡെമ്മി ഇങ്ങോട്ട് എടുക്കും. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്തു. വെയിറ്റ്. ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? ലൈക്ക് ദാറ്റ്. റെഡിയല്ലേ? റെഡി സാർ. കം. വിക്രം, മാർക്കറ്റ്. Yes, sir. Harry, take the other one. ശരി സാർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെയിരിക്കും അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, then roll it. Right. See the difference? Vikram, you note the distance between two bodies? Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. Over. Remove the dummies. Okay, sir. Remove it. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സാർ. അപ്പോ അത് തന്നെ സാർ.